ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ അഞ്ചാമത്തും ലാസ്റ്റും ആയ സെഷനാണ്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്ററിൽ നമ്മൾ 5 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ള കാര്യം, ഭൗതിക അളവുകൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അത് സ്റ്റാൻഡേർഡ്സ് ആണ്. ആ യൂണിറ്റ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഈ ഭൗതിക അളവുകൾ എടുക്കണമല്ലോ, അളവ് എങ്ങനെ എടുക്കും, മെഷർമെൻറ്റ്സ് എങ്ങനെ ചെയ്യും, മെഷർമെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിനുശേഷം മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ പിഴവുകൾ വരാം, അപ്പോൾ ആ പിഴവുകളെ കുറിച്ച്, എറേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 2 കൺസെപ്റ്റ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ആ 2 കൺസെപ്റ്റും പഠിച്ചായിരുന്നു. അപ്പോൾ ഈ 4 ക്ലാസ്സും കാണാത്തവർ ദയവേത് ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് വരിക. കാരണം ഈ ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി അവ കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അത് കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. അവ 4ഉം ഞാൻ ഈ കാർഡ്സിൽ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 5ാമത്തെ കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോളട്ടെ, നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഫിസിക്സ് പഠിക്കാൻ. അല്ലെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്ന് പറഞ്ഞൊരു ബേർഡൻ ആയിട്ടായിരിക്കും നിങ്ങൾ അതിനെ കാണുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായി ഇത് പറഞ്ഞുതരാൻ നോക്കാം. പക്ഷേ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് കമൻസിൽ എഴുതുക. നിങ്ങളുടെ കമൻസ് ഞാൻ വായിക്കുന്നതായിരിക്കും, ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് എൻ്റെ കൂടെ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക, ബോർഡിലുള്ള കാര്യങ്ങൾ. അതായിരിക്കും നോട്ട്സ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഡയമെൻഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രോബ്ലി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലാത്തൊരു കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡയമെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ക്വാണ്ടിറ്റീസ് അതായത് അളവുകൾ, നമ്മൾ എടുക്കുന്ന അളവുകൾ 2 രീതിയിലാണ്. ഒന്ന് ബേസിക് ക്വാണ്ടിറ്റീസ്, അടിസ്ഥാനപരമായ അളവുകൾ. രണ്ടാമത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബേസിക് ക്വാണ്ടിറ്റീസിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, എന്തെങ്കിലും ഓപ്പറേഷൻ, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നീളം അളക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൂരം അളക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലോട്ട് പോകാനുള്ള ദൂരം എനിക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ടേപ്പ് എടുത്ത് വെച്ച് അളന്നാൽ മതി. അല്ലെങ്കിൽ ഈ ഡസ്റ്ററിൻ്റെ നീളം അളക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടേപ്പ് എടുത്ത് വെച്ച് അളന്നാൽ മതി, എനിക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയും. നീളം ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ദൂരം ഒരു എക്സാമ്പിളാണ്. അതേപോലെ സമയം അളക്കാൻ വേണ്ടി ഞാൻ വാച്ച് നോക്കിയാൽ മതി, സമയം എനിക്ക് അളക്കാൻ പറ്റും. അതൊരു ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ സെഷൻ 1ൽ നോക്കിയായിരുന്നു. അതേപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദൂരവും സമയവും കൂടെ, ദൂരത്തിലെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നതാണ് വേഗം. എത്ര വേഗത്തിൽ ഞാൻ ഓടുന്നു, എത്ര വേഗത്തിൽ ഓടുന്നു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ദൂരം ഓടി എന്നുള്ളതിനെ ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ട് ആ ദൂരം ഓടി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടുന്ന വേഗതയാണ്. അപ്പോൾ അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ക്വാണ്ടിറ്റീസിനെ എല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡയമെൻഷൻ എന്ന് വിളിക്കും. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ബേസിക്കലി 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, പക്ഷേ 3 എണ്ണമാണ് നമ്മൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ 3 എണ്ണമാണ് ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഏറ്റവും പ്രധാനമായ ഈ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് കൊണ്ട് നമ്മൾ എഴുതുന്നതായിരിക്കും നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കുക, ഏരിയ എന്ന് പറയുന്നത് വിസ്തീർണം എന്ന് നമ്മൾ പറയും. വിസ്തീർണം എന്നുള്ളത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ ഞാൻ ഒരു സ്ക്വയർ വരയ്ക്കുവാണ്, ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, ഓരോ സൈഡും 2 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വിചാരിച്ചോളാം, ഈ 2 സൈഡും 2, മറ്റേ സൈഡ് 1 ആണെങ്കിൽ നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്, അതായത് 2 ഇൻറ്റു ഇതിൻ്റെ ബ്രെഡ്ത്ത് 1 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യുന്നത് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും നമ്മൾ അവിടെ എടുക്കുന്നത് നീളം തന്നെയാണ്. ലെങ്ത് എന്ന് പറയുന്നതും നമ്മൾ നീളം തന്നെയാണ് അളക്കുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും നമ്മൾ നീളം തന്നെയാണ് അളക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടും ഒരു ലെങ്ത് മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏരിയനെ എങ്ങനെ പറയാം? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ഡയമെൻഷനലി നമ്മൾ പറയുമ്പോൾ
ലെങ്ത്തും ഒരു നീളമാണ്, അപ്പോൾ അതിനെ ഞാൻ എൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. ബ്രെഡ്ത്ത് ഒരു നീളമാണ്, അതിനെ ഞാൻ എൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ ആയിരിക്കും എൻ്റെ ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഈവൻ ദോ നമുക്ക് ഡയറക്റ്റ്ലി എൽ സ്ക്വയർ എന്ന് എഴുതാം എന്നുണ്ടെങ്കിലും നമ്മൾ ബേസിക്കലി നമ്മൾ പറയുന്നത് ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഈ ബേസിക് ക്വാണ്ടിറ്റീസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ അതിൽ മാസും ലെങ്ത്തും ടൈമും 3 വരണം. അപ്പോൾ 3 വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് മാസിൻ്റെ ഒരു ആൽഫബറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം, ലെങ്ത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം, ടൈമിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം. ലെങ്ത്തിൻ്റെ പവർ എനിക്കറിയാം 2 ആണ്. മാസിന് പവർ ഇല്ല, മാസ് ഇവിടെ ഇല്ല, അപ്പോൾ മാസിൻ്റെ പവർ 0 ആയിരിക്കും, ടൈമിൻ്റെ പവർ 0 ആയിരിക്കും. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ നമ്മൾ എഴുതുമ്പോൾ m⁻0 ഇൻറ്റു l⁻2 ഇൻറ്റു t⁻0 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. എപ്പോഴും ഓർത്ത് വയ്ക്കുക, നമ്മൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ m⁻0 ഇൻറ്റു l⁻2 ഇൻറ്റു t⁻0 അതായിരിക്കും എൻ്റെ ഏരിയയുടെ ഡയമെൻഷൻ. ഇനി ശ്രദ്ധിക്കാം, ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റ്സ് ദി യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസിക് ക്വാണ്ടിറ്റീസ്. എന്താണോ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ബേസിക് ക്വാണ്ടിറ്റി ആയി റെപ്രസെൻറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നതിനെ തന്നെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ നോക്കി, നമുക്ക് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം ശ്രദ്ധിക്കാം, ഏരിയ നമ്മൾ പറഞ്ഞു, ഇനി വോളിയം പറയാം. വോളിയം എനിക്കറിയാം, വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു ക്യൂബ് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു ക്യൂബ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ക്യൂബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഡപ്പിനെ തന്നെയാണ് ഞാൻ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബോക്സിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനൊരു ലെങ്ത് ഉണ്ട്, ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം. ഇതിനൊരു ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം. ബ്രെഡ്ത്ത് ഉണ്ട്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി. അപ്പോൾ ഈ 3നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്കിതിന് ടോട്ടൽ വോളിയം കിട്ടുന്നത്. അപ്പോൾ ആ വോളിയം കിട്ടാൻ വേണ്ടി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും 3ഉം ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നീളത്തിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ 3 പ്രാവശ്യം എൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് LBH ആണ്. അത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് L³ ആണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. L³ എന്ന് മാത്രം നമ്മൾ എഴുതത്തില്ല, നമ്മൾ വോളിയമിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് m⁻0 ഇൻറ്റു L³ ഇൻറ്റു t⁻0 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സ്പീഡ് നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയുന്നത് ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് പറയുന്നത്. സ്പീഡ് ഈക്വൽ ടു ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് നമ്മൾ പറയുന്നത്. ഡിസ്റ്റൻസ് അറിയാം, നീളം തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് L ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ഡയമെൻഷൻ L ആണ്. ടൈമിൻ്റെ എനിക്കറിയാം T ആണ്. അപ്പോൾ L/T അല്ലെങ്കിൽ L⁻⁻1 ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. പക്ഷെ അങ്ങനെ എഴുതത്തില്ല നമ്മൾ, പകരം നമ്മൾ എഴുതുമ്പോൾ m⁻0 L⁻⁻1 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി എനിക്കറിയാം, മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. ഇത് അറിഞ്ഞുകൂടാത്തവർ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇനിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും. ഈ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിന് എത്ര തൂക്കമുണ്ട് ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഡെൻസിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം, മാസ് എനിക്കറിയാം, മാസിൻ്റെ ഡയമെൻഷൻ M തന്നെയാണ്, ഇവിടെ എഴുതുന്നത് M തന്നെയാണ്. ഡിവൈഡഡ് ബൈ വോളിയമിൻ്റെ ഡയമെൻഷൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു L⁻³ ഡിവൈഡഡ് ബൈ L⁻³ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഡയമെൻഷൻ പറയുമ്പോൾ M ഡിവൈഡഡ് ബൈ L⁻³ അല്ലെങ്കിൽ ML⁻³ എന്ന് എഴുതാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ M ഇൻറ്റു L⁻³ ഇൻറ്റു t⁻0. ഇതായിരിക്കും എൻ്റെ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഇങ്ങനെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഈ ബേസിക് ക്വാണ്ടിറ്റീസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എഴുതി വെക്കുന്ന ഇക്വേഷനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞതെല്ലാം വേരിയബിൾസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെലോസിറ്റി അല്ലെങ്കിൽ വോളിയം ഒരു വേരിയബിൾ ആണ്, സ്പീഡ് ഒരു വേരിയബിൾ ആണ്, ഡെൻസിറ്റി ഒരു വേരിയബിൾ ആണ്. ഇങ്ങനെ പല വേരിയബിൾസ് നമ്മൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും നമുക്ക് വേരിയബിൾസിന് മാത്രമല്ല ഡയമെൻഷൻ ഉണ്ടാവാറുള്ളത്. പലപ്പോഴും നമുക്ക് കോൺസ്റ്റൻസിനും ഡയമെൻഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കോൺസ്റ്റൻസിനെ നമ്മൾ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റൻസ് ദാറ്റ് പൊസസ് ഡയമെൻഷൻ ആർ കോൾഡ് ഡയമെൻഷണൽ കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ε0 നിങ്ങൾ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ടാവും, ആ കോൺസ്റ്റന്റ് പക്ഷേ ഡയമെൻഷനും ഉണ്ട്. ഓക്കെ, അതേപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്
അഗൈൻ നിങ്ങൾ കെമിസ്ട്രിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് +1 +2 പഠിക്കും. ആ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനും ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പൈന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, പക്ഷേ ഈ കേസിൽ ഈ ε0 ആയാലും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയാലും അവയ്ക്ക് ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, പിള്ളേർ വേരിയബിൾസിന് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, പലപ്പോഴും കോൺസ്റ്റൻസിനും ഡയമെൻഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കോൺസ്റ്റൻസിനെ നമ്മൾ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ഇനിയുണ്ട്. എന്ന് പറഞ്ഞാൽ ചില വേരിയബിളിന് ഡയമെൻഷൻ കാണത്തില്ല. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ഡയമെൻഷന് ആദ്യം നമ്മൾ പറഞ്ഞ കേസിൽ വേരിയബിൾസിന് ഡയമെൻഷൻ ഉണ്ട്, കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഉണ്ടാവാം. അതിന്റെ എക്സാമ്പിളാണ് പറഞ്ഞത് ε0 പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ലാതെയും വരാം. പൈ ആണ് ഒരു എക്സാമ്പിൾ. ഇനി വേരിയബിൾസിന് ഡയമെൻഷൻ ഇല്ലാതെ വരാം. അതിനാണ് നമ്മൾ ഡയമെൻഷൻലെസ് വേരിയബിൾസ് അല്ലെങ്കിൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഡോണ്ട് പൊസസ് എ ഡയമെൻഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ആംഗിൾ ഒരു എക്സാമ്പിളാണ്. രണ്ട് സ്ട്രെയിറ്റ് ലൈനിന് ഇടയ്ക്കുണ്ടാവുന്ന ആംഗിൾ, അതിന് ഡയമെൻഷൻ ഇല്ല. വേറൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി ഞാൻ എടുത്തു, ഡെൻസിറ്റി ഓഫ് എയർ ഞാൻ പറയുവാണ്, വായുവിൻ്റെ ഡെൻസിറ്റി ഞാൻ എടുത്തു, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഞാൻ എഴുതുവാണ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന രണ്ട് ഡെൻസിറ്റീൻ്റെ റേഷ്യോ എടുത്ത് എഴുതുന്ന ക്വാണ്ടിറ്റിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും ഡെൻസിറ്റിയാണ്, താഴെയും ഡെൻസിറ്റിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ml⁻³ ആണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. അപ്പം മുകളിലും ml⁻³ ഡിവൈഡഡ് ബൈ താഴെയും ml⁻³ അപ്പോൾ എഫക്റ്റീവ് ഡയമെൻഷൻ ഈ ക്വാണ്ടിറ്റിക്ക് നോക്കുമ്പോൾ എഫക്റ്റീവ് ഡയമെൻഷൻ ഇല്ലാതാവുന്നു. ഓക്കെ, അപ്പോൾ പലപ്പോഴും ചില ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഇല്ലാതെ വരും. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അവയ്ക്ക് എക്സാമ്പിളാണ് ആംഗിളും സ്പെസിഫിക് ഗ്രാവിറ്റിയും. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷൻ ഉപയോഗപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പിൾ. ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഡയമെൻഷനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താണ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഇഫ് ദി ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ആർ ദി സെയിം. ഓക്കെ, പരിഭവപ്പെടേണ്ട, പറഞ്ഞുതരാം. ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുവാണ്, ഞാനൊരു ഇക്വേഷൻ എഴുതുവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് ഞാൻ എഴുതി. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഉള്ള ആൾക്കാരുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ടേംസിന്റെ ഡയമെൻഷൻ, ഇതിന് ഡയമെൻഷൻ ഞാൻ എടുക്കുന്നു. റൈറ്റ് സൈഡിലുള്ള ടേംസിന്റെ ഡയമെൻഷൻ ഞാൻ എടുക്കുന്നു. ഇത് രണ്ടും ഈക്വൽ ആയാൽ ഈ ഇക്വേഷൻ ശരിയാണ് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുന്നു. ഓക്കെ, എപ്പോഴാ? ഇഫ് ദി ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേംസ്, എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ നമ്മൾ എടുക്കുന്നു, രണ്ട് സൈഡിലും ഓൺ ബോത്ത് സൈഡ്സ് ആർ ദ സെയിം. എപ്പോഴൊക്കെയാണോ രണ്ട് സൈഡിലുമുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ സെയിം ആവുന്നത്, അപ്പോൾ ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാവും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ഇനി ഈ ഡയമെൻഷനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗം നമുക്ക് നോക്കാം. ആദ്യം നമ്പർ 1, ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ആദ്യം നമുക്കറിയാം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഓർമ്മയുള്ള പിള്ളേർ ഓർക്കാം, അല്ലെങ്കിൽ നമ്മൾ 3rd ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അവിടെ വരുന്ന ഒരു ഇക്വേഷനാണ് F = ma. നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. 3ാം ചാപ്റ്ററിൽ നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, F = ma. അല്ലെങ്കിൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് = മാസ് into acceleration.
ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് നോക്കണം. എങ്ങനെയാ ശരിയാണോ തെറ്റാണോ നോക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അറിയണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് എന്തുവാ? ഇരുവശത്തെയും ടേംസിന്റെ ഡയമെൻഷൻ എടുക്കണം. എന്നിട്ട് ഈ രണ്ട് ഡയമെൻഷനും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് എടുക്കാം. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഡയമെൻഷൻ നിങ്ങളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാർക്സ് ടേബിൾ ഉപയോഗിക്കണം. അതിന് ക്ലാർക്സ് ടേബിളിൽ പേജ് നമ്പർ 39 നിങ്ങൾക്ക് പല ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ക്ലാർക്സ് ടേബിൾ എടുക്കുക. ഇല്ലാത്ത പിള്ളേർ ക്ലാർക്സ് ടേബിൾ വാങ്ങിക്കാം. ഞാനിപ്പോൾ സ്ക്രീനിൽ ക്ലാർക്സ് ടേബിൾ കാണിച്ചു തരാം. പക്ഷേ പേജ് നമ്പർ നിങ്ങളുടെ കയ്യിൽ ക്ലാർക്സ് ടേബിൾ ഉണ്ടെങ്കിൽ പേജ് നമ്പർ 39 പോയി കഴിഞ്ഞാൽ അതിലൊരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. പേജ് നമ്പർ 39 എടുത്തു നോക്കുക. എന്നിട്ട് ഫോഴ്സിന്റെ ഡയമെൻഷൻ നോക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. mL(T)⁻² ആണ്. ഓക്കെ, ഇതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഇനി അടുത്ത് ആക്സിലറേഷന്റെ ഡയമെൻഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. L(T)⁻² ആണ്. ഇതാണ് ആക്സിലറേഷൻ ഡയമെൻഷൻ. ഇനി മൂന്നാമത്തെ മാസ് നമുക്കറിയാം. മാസ് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്. M തന്നെയാണ് അതിന്റെ ഡയമെൻഷൻ. ഇനി ശ്രദ്ധിക്കാം, ലെഫ്റ്റ് സൈഡ് നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതുവാണ് ഞാൻ. mL(T)⁻² ആണ്. ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പോൾ മാസ് M തന്നെയാണ്. M ഇൻറ്റു L(T)⁻². മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ mL(T)⁻² ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു mL(T)⁻². രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് എനിക്ക് ഈ ഇക്വേഷൻ ശരിയാണ് എന്ന് പറയാം. ഡയമെൻഷനലി ശരിയാണ് എന്ന് പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ S = ut + ½ AT². ഒരിക്കൽ കൂടി നമ്മൾ ഇത് നെക്സ്റ്റ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഈ ഇക്വേഷന്റെ കറക്റ്റ്നെസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം L ആണ്. ഓക്കെ, U വെലോസിറ്റി ആണ്. നിങ്ങൾ പേജ് നമ്പർ 39 നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയാലും മനസ്സിൽ ഓർത്ത് നോക്കിയാലും മതി, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ലെങ്ത് ബൈ ടൈം, L/T അല്ലെങ്കിൽ L(T)⁻⁻1. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 39 നോക്കിയാൽ മതി. L(T)⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇനി എന്തുണ്ട്? T ഉണ്ട്, ടൈം. ടൈമിന്റെ ഡയമെൻഷൻ നേരത്തെ അറിയാം, അതൊരു ബേസിക് ക്വാണ്ടിറ്റി ആണ്. ടൈം എന്ന് പറയുന്നത് T തന്നെയാണ് അതിന്റെ ഡയമെൻഷൻ. നെക്സ്റ്റ് ടേം ½ ഹാഫ് ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റന്റ് ആണ്. നമ്പർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, നമ്പേഴ്സിന് ഒന്നും ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഈ ഹാഫ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടേബിൾ നോക്കുക, പേജ് നമ്പർ 39 വൺസ് അഗൈൻ L(T)⁻² ആണ് ആക്സിലറേഷൻ ഡയമെൻഷൻ. ഒരിക്കൽ കൂടി T ടൈം തന്നെയാണ്. ഓക്കെ, ഇനി ഓരോ ടേമിന്റെ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്? ഓരോ ടേമിന്റെ ഡയമെൻഷൻ എടുക്കുക. ആദ്യം ഈ എസിന്റെ ഡയമെൻഷൻ എടുക്കണം. അടുത്ത് റൈറ്റ് സൈഡിലുള്ള ടേം എന്തൊക്കെയാ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ടേമേ ഉള്ളൂ, നമ്പർ 1. ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ടേംസ് ആദ്യം ut എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്, ½ AT² എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടേം ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ടേമും റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇക്വേഷൻ ശരിയാവത്തുള്ളൂ. അപ്പൊ നോക്കാം നമുക്ക്. എസിന്റെ ഡയമെൻഷൻ L, ലെഫ്റ്റ് സൈഡ് നമ്മൾ എഴുതി കഴിഞ്ഞു. U അറിയാം, വെലോസിറ്റി ആണ്. L(T)⁻1 ഇൻറ്റു T പ്ലസ്. ഓക്കെ, അടുത്ത ടേം എഴുതാൻ പോവാണ് നമ്മൾ. അടുത്ത ടേം ½ AT². ഹാഫ് നോക്കേണ്ട ആവശ്യമില്ല, ഡയമെൻഷൻ ഇല്ല. 1 തന്നെയാണ് അതിന്റെ ഡയമെൻഷൻ, അല്ലെങ്കിൽ ഡയമെൻഷൻ എഴുതേണ്ട ആവശ്യമില്ല. AT², എന്റെ ഡയമെൻഷൻ ആക്സലറേഷൻ L(T)⁻² ഇൻറ്റു T². ടീന്റെ സ്ക്വയർ ആണ്, അപ്പൊ T². ഇനി ചെയ്തു നോക്കാം. ലെഫ്റ്റ് സൈഡ് L തന്നെയാണ്. റൈറ്റ് സൈഡ് L(T)⁻1 ഇൻറ്റു T. T⁻1ഉം Tയും കട്ട് ചെയ്തു പോകും, അപ്പൊ L ആയി. ഓക്കെ, പ്ലസ് L(T)⁻² ഇൻറ്റു T². T⁻²ഉം T² കട്ട് ചെയ്തു പോകും, അപ്പൊ അതും L.
അപ്പോൾ നോക്കാം, ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ടേം, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ടേം എസ് എന്ന് പറഞ്ഞ ടേം, റൈറ്റ് സൈഡിൽ 2 ടേം ഉണ്ട്. ഇത് ഒന്നാമത്തെ ടേം, ഇത് രണ്ടാമത്തെ ടേം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ടേമും റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയി. ദയവ് ചെയ്ത് ഈ എൽ ഈസ് ഈക്വൾ ടു എൽ പ്ലസ് എൽ, എൽ ഈസ് ഈക്വൾ ടു 2L, 1 ഈസ് ഈക്വൾ ടു എന്നിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് 1 ഈസ് ഈക്വൾ ടു 2 എന്നൊന്നും എഴുതി വെക്കരുത്. അങ്ങനെയൊക്കെ എഴുതുന്ന പിള്ളേരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മനസ്സിലാക്കുക, ഓരോ ടേമിൻ്റെയും ഈ ഡയമെൻഷൻ ശരിയാണോ, ഈക്വൽ ആണെങ്കിൽ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഞാൻ വേറൊരു ഇക്വേഷൻ പറയുകയാണ്. ലെഫ്റ്റ് സൈഡിൽ 4 ടേം വന്നു, റൈറ്റ് സൈഡിൽ 3 ടേം വന്നു. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എടുത്ത് എഴുതണം. ക്ലാസ് ടേബിൾ നോക്കി പേജ് നമ്പർ 39. വൺസ് അഗെയിൻ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എടുത്ത് എഴുതുക. എന്നിട്ട് അപ്പുറത്തുള്ള ഓരോ ടേമിൻ്റെ ഡയമെൻഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ യൂസ് കേസ് പറഞ്ഞു, ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻ ഉപയോഗിക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ നോട്ട്സ് സ്ക്രീൻഷോട്ട് എഴുതിയെടുത്തോളാം. നമുക്ക് നെക്സ്റ്റ് 2 യൂസസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് യൂസിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ഡയമെൻഷൻ അനാലിസിസിലെ ആദ്യത്തെ യൂസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷണൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ച് ഡയമെൻഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് യൂസാണ് ഡിറൈവിങ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിക്കാം. എങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ വഴി ഒരു ക്വസ്റ്റ്യൻ വഴി നോക്കാം. ഡിറൈവ് ആൻ ഇക്വേഷൻ ബിറ്റ്വീൻ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആദ്യം പറയുവാണ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ്. വൺസ് അഗെയിൻ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 39 ക്ലാസ് ടേബിൾ നോക്കുക. mL(T⁻²) ആണ്. ഓക്കെ, വിത്ത് മാസ് ഓഫ് എ പാർട്ടിക്കിൾ. മാസ് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്, നമുക്കറിയാം. അതിൻ്റെ ഇക്വേഷൻ m തന്നെയാണ് ഡയമെൻഷൻ ഇക്വേഷൻ. ഓക്കെ, ഇറ്റ്സ് വെലോസിറ്റി v. വെലോസിറ്റി നേരത്തെ അറിയാം, അല്ലെങ്കിൽ പേജ് നമ്പർ 39 വീണ്ടും നോക്കുക. L(T⁻⁻1) അതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r. റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഒരു നീളമാണ്. ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ മിഡ് പോയിന്റ് മുതൽ അല്ലെങ്കിൽ സെൻറ്റർ പോയിന്റ് മുതൽ അതിൻ്റെ ഓരോ എൻഡ് വരെ, ഏതൊരു എൻഡിൻ്റെയും വരെ എടുക്കുന്ന നീളമാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ഫോഴ്സും ഈ 3 കാര്യങ്ങളും ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പ്രോബ്ലം. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എഴുതേണ്ടത്, ഏതൊരു ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡയമെൻഷനലി നമുക്ക് ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണോ ലെഫ്റ്റ് സൈഡ്. നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്വീൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് വിത്ത് അതർ 3 ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിൽ വരുന്നു. ഈസ് പ്രൊപ്പോർഷണൽ ടു 3 ക്വാണ്ടിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത്, m, v, r. ഓക്കെ, ഈ 3 ക്വാണ്ടിറ്റീസിനും എത്ര പവർ വേണം എന്ന് നമുക്കറിയത്തില്ല. എത്ര വേണോ പവർ ആവാം. അപ്പോൾ ഞാൻ m⁻x എന്ന് എഴുതുവാണ്, v⁻y എന്ന് എഴുതുവാണ്, r⁻z എന്ന് എഴുതുവാണ്. ഓക്കെ, ഈ x,y,z കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇക്വേഷൻ ആയി. ഓക്കെ, അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ എന്താണോ അത് ഞാൻ എഴുതുന്നു. ഫോഴ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ. F ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബന്ധിപ്പിക്കാൻ തന്നേക്കുന്നത് അത് 3ഉം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓരോന്നിൻ്റെയും പവർ ഒരു വേരിയബിളായി എഴുതുക. ആ വേരിയബിൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം എങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാൻ വേണ്ടി എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഒരു ഇക്വേഷനിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ വന്നു കഴിഞ്ഞാൽ ആ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറിയാൽ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും, k ഇൻറ്റു m⁻x ഇൻറ്റു v⁻y ഇൻറ്റു r⁻z. ഈ x,y,z കണ്ടുപിടിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം എങ്ങനെ കണ്ടുപിടിക്കും ഈ x,y,z. ഓരോന്നിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എനിക്ക് എഴുതേണ്ടി വരും. ആദ്യം ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. എഫിൻ്റെ mL(T⁻⁻2) ആണ്, ഈസ് ഈക്വൽ ടു
കെന് ഡയമെൻഷനില്ല, ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല എന്ന് ഞാൻ വെക്കുവാണ്. ഓക്കെ, എമ്മിന്റെ ഡയമെൻഷൻ എനിക്കറിയാം, എം തന്നെയാണ്, എം റൈസ് ടു എക്സ്. ഓക്കെ, ഇൻ ടു വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, എൽ ടി റൈസ് ടു -1, എൽ ടി റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു y. ഓക്കെ, ഇൻ ടു ആർ എന്ന് പറയുന്ന റേഡിയസ് ലെങ്ത് തന്നെയാണ്, അപ്പോൾ എൽ റൈസ് ടു ഇസഡ്. ഓക്കെ, ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ എം എൽ ടി റൈസ് ടു -2 is equal to m റൈസ് ടു എക്സ് ഇൻറ്റു എൽ റൈസ് ടു വൈ ഉണ്ട്, എൽ റൈസ് ടു ഇസഡ് ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ റൈസ് ടു വൈ ഇൻറ്റു എൽ റൈസ് ടു ഇസഡ് വിച്ച് ഇസ് എൽ റൈസ് ടു വൈ പ്ലസ് ഇസഡ് ഇൻറ്റു മൂന്നാമത് ടി ഉണ്ട്, ടി റൈസ് ടു -1 റൈസ് ടു വൈ ആണ്, അപ്പോൾ ടി റൈസ് ടു -y. ഇതാണ് എനിക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് എന്താണ്? ഒരു ഇക്വേഷൻ എപ്പോഴാണോ കറക്റ്റ് ആവുന്നത് അപ്പോൾ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷനും റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷനും ഈക്വൽ ആവുമ്പോഴാണ് ഈ ഇക്വേഷൻ ശരിയാവുന്നത് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും പവറും റൈറ്റ് സൈഡിലുള്ള എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും പവർ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലോ ശ്രദ്ധിക്കുക, ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, എം റൈസ് ടു 1 ആണ്, എൽ റൈസ് ടു 1 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ എക്സ് ആണ്. അപ്പോൾ രണ്ടിനെയും പവർ ഇക്വേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. എക്സ് കിട്ടിക്കഴിഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് വൈ സെഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇക്വേഷൻ ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ എക്സ് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എമ്മിൻ്റെ പവർ നോക്കിയാൽ എം ഇവിടെ 1 ആണ്, ഇവിടെ എക്സ് ആണ്, രണ്ടും ഈക്വൽ ആണെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. അത് പ്രകാരം ഇതെനിക്ക് ശരിയായി. ഇനി അടുത്ത് നോക്കാം, വൈ നോക്കാം. ടി റൈസ് ടു -y ആണ്, ഇവിടെ ടി റൈസ് ടു -2 ആണ്. അപ്പോൾ എനിക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ -2 -y ഇസ് ഈക്വൽ ടു -2, y ഇസ് ഈക്വൽ ടു 2 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ വൈയും എനിക്ക് കിട്ടിക്കഴിഞ്ഞു, y 2 ആണ്. ഇനി ഇസഡ് നോക്കാം. ഇവിടെ നോക്കാം, y പ്ലസ് ഇസഡ് ഇപ്പുറത്ത്, ഇവിടെ 1. അപ്പോൾ y പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എല്ലിൻ്റെ പവർ ഇവിടെ y പ്ലസ് ഇസഡ് ആണ്, ഇവിടെ എല്ലിൻ്റെ പവർ 1 ആണ്. അപ്പോൾ y പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ y എനിക്ക് ഓൾറെഡി അറിയാം 2 ആണ്, അപ്പോൾ 2 പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ -2 ആയി. അപ്പോൾ -2 പ്ലസ് 1 ഇസ് -1. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂം എനിക്ക് കിട്ടിക്കഴിഞ്ഞു -1. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സും വൈ ഇസഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഫൈനൽ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് വൈ ഇസഡിൽ ആ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ, അങ്ങനെ തന്നെ ഇരിക്കും, കെ ഇൻറ്റു എം റൈസ് ടു എക്സ് ആണ്, എക്സ് എനിക്കറിയാം 1, കെ ഇൻറ്റു എം റൈസ് ടു 1 ഇൻറ്റു വി റൈസ് ടു വൈ ആണ്, വൈ ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ വി റൈസ് ടു 2 ഇൻറ്റു ആർ റൈസ് ടു ഇസഡ്, ഇസഡ് -1 ആണ്, ആർ റൈസ് ടു -1. ഇതായിരിക്കും എൻ്റെ ഫൈനൽ ഇക്വേഷൻ. അല്ലെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഞാനിവിടെ താഴെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ, ആർ താഴെ എഴുതാം, ഡിവൈഡഡ് ബൈ ആർ, ആർ റൈസ് ടു -1 ആണ്, ഡിവൈഡഡ് ബൈ ആർ. ഇതായിരിക്കും എൻ്റെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏത് ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും ആദ്യം ആ ക്വാണ്ടിറ്റീസ്, ഏത് ക്വാണ്ടിറ്റി ആണ് ലെഫ്റ്റ് സൈഡ് വരുന്നത് ആ ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി എഴുതുക, റൈറ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ ഓരോ വേരിയബിൾസ് കൊടുക്കുക. ആ വേരിയബിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ വേരിയബിൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കെ കൊടുക്കുക, എന്നിട്ട് എഫിൻ്റെയും എമ്മിൻ്റെയും വിൻ്റെയും ആറിൻ്റെയും എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഡയമെൻഷൻസ് എല്ലാം ഈക്വൽ ആണ് എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇക്വേറ്റ് ചെയ്തെടുക്കാം, വൈയും ഇസഡും ഒക്കെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓർക്കുക, ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫിസിക്കലി ഇത് 100% ശരിയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഡയമെൻഷനലി ഇത് ശരിയാണ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഈ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഡയമെൻഷനലി കറക്റ്റ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അനദർ. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ MK സിസ്റ്റം ഉണ്ട്, മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്.
ഇത് മൂന്നും ബേസിക് ക്വാണ്ടിറ്റി ആയി എടുക്കുന്ന MKS സിസ്റ്റം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CGS സിസ്റ്റം ഉണ്ട്. അവിടെ സെൻറ്റിമീറ്റർ സെക്കൻഡ് ഗ്രാം ഇതാണ് എടുക്കുന്നത്. FPS സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം നമ്മൾ സെഷൻ നമ്പർ 1 നമ്മൾ നോക്കിയായിരുന്നു. ഫുട്ട് പൗണ്ട് സെക്കൻഡ് ഇതായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് പല സിസ്റ്റം ഉണ്ട്. അതിൽ ഈ സിസ്റ്റം തമ്മിൽ ഒരു യൂണിറ്റിൽ നിന്നും വേറൊരു യൂണിറ്റിലോട്ട് കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡയമെൻഷൻ്റെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിൽ കൂടെ. ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് 1 ജൂൾ ടു എർഗ്. ഓക്കെ, ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. എനർജിയുടെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് എനർജി. എർഗ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് ഓഫ് എനർജി. അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമ്മൾ നോക്കേണ്ട കാര്യം എനർജിയുടെ ഡയമെൻഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ വൺസ് അഗൈൻ നിങ്ങൾ ക്ലാസ് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 39 നിങ്ങൾക്ക് കാണാൻ പറ്റും എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL²T⁻² ആണ്. ഓക്കെ, mL²T⁻² ആണ് എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ടേബിൾ വരയ്ക്കാം. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി എഴുതുവാണ്. ഇവിടെ SI സിസ്റ്റം, ഇവിടെ CGS സിസ്റ്റം. ഓക്കെ, ആദ്യത്തെ ക്വാണ്ടിറ്റി M മാസ് ആണ്. മാസ് SI യൂണിറ്റിൽ കിലോഗ്രാം ആണ് എന്ന് പറയുന്ന 1000 ഗ്രാം ആണ്, 1000 ഗ്രാംസ് ആണ്. CGS സിസ്റ്റത്തിൽ ഗ്രാം തന്നെയാണ്. അപ്പോൾ 1 ഗ്രാം തന്നെയാണ് അവിടെ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്ന CGS സിസ്റ്റത്തിൽ. കാരണം CG ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ്. അപ്പോൾ ഗ്രാം തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് L². L ലെങ്ത്. ലെങ്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. CGSൽ 1 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. mL²T⁻². ടൈം T. ടൈം ഇവിടെയും സെക്കൻഡ് ആണ്, 1 സെക്കൻഡ് ആണ്. ഇവിടെയും 1 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് യൂണിറ്റ് കൺവേർഷൻ നടത്താം. നമുക്ക് നടത്തേണ്ട കൺവേർഷൻ എന്ന് പറയുന്നത് SI ഡിവൈഡഡ് ബൈ CGS ആണ്. ജൂൾ ഡിവൈഡഡ് ബൈ എർഗ് എന്ന് ഞാൻ എഴുതുവാണ്. ജൂൾ SI യൂണിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ എർഗ്. എർഗ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്, നേരത്തെ ഞാൻ പറഞ്ഞു. വൺസ് അഗൈൻ ജൂൾ എഴുതണം എന്നുണ്ടെങ്കിൽ mL²T⁻² ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്. മാസ് SI യൂണിറ്റിൽ, അതായത് ജൂളിൽ കിലോഗ്രാം ആണ്. SI യൂണിറ്റ് ആണ്, കിലോഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. അപ്പോൾ ഞാൻ 1000 എന്ന് എഴുതുവാണ്. M1000 ഗ്രാം ഇൻറ്റു L². L SI യൂണിറ്റിൽ ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. അപ്പോൾ SI യൂണിറ്റിൽ ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. L² എന്ന് പറയുമ്പോൾ 100 സ്ക്വയർ. ഓക്കെ, 100 സ്ക്വയർ. ഓക്കെ, ഇൻറ്റു T⁻² T എന്ന് പറയുന്ന ടൈം ആണ്, 1 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ 1⁻². ദി ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി നമുക്ക് എർഗിന്റെ എല്ലാം ചെയ്യാം. CGS സിസ്റ്റത്തിൽ വീണ്ടും M എന്ന് പറയുന്നത് എർഗിന് CGS ആണ്. അപ്പോൾ 1 ഗ്രാം തന്നെയാണ്. 1 ഗ്രാം ഇൻറ്റു L². L എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ തന്നെയാണ് എർഗിന് CGS സിസ്റ്റത്തിൽ. അപ്പോൾ 1 സ്ക്വയർ ഇൻറ്റു T⁻². 1 സെക്കൻഡ് തന്നെയാണ്, 1⁻². ഓക്കെ, അപ്പോൾ ജൂൾ ബൈ എർഗ് എന്ന് പറയുന്നത് ഇത് നോക്കാം. 1000 10⁻³ ഇൻറ്റു ഇത് 100 സ്ക്വയർ എന്ന് പറയുന്നത് 10⁻⁴ ആണ്. 10⁻³ ഇൻറ്റു 10⁻⁴ 10⁻⁷. അപ്പോൾ ന്യൂമറേറ്ററിൽ 10⁻⁷ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 സ്ക്വയർ. 1 എത്ര സ്ക്വയർ ഉണ്ടാക്കിയാലും 1 തന്നെയാണ്. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഒരു ജൂൾ എന്ന് പറയുന്നത് 1.70 ഇടാം. 1 കോടി എർഗാണ് നമുക്ക് 1 ജൂൾ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺവേർഷൻസ് നടത്താനും നമുക്ക് ഡയമെൻഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം എന്ത് യൂണിറ്റ്, എന്ത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലാണ് വരുന്നത് നോക്കുക. ഇവിടെ ജൂളും എർഗും ആണ് ചോദിച്ചത്. ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് എനർജി ആണ്. എർഗ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ഓഫ് എനർജി ആണ്. എന്നിട്ട് എനർജിയുടെ ഡയമെൻഷൻ നോക്കുക. എനർജിയുടെ ഡയമെൻഷൻ mL²T⁻² ആണ്. അങ്ങനെയാണെങ്കിൽ ഒരേ യൂണിറ്റിലുള്ള
വാല്യൂസ് എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഗ്രാമിലും സെന്റിമീറ്ററിലും സെക്കൻഡിലും എഴുതി. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് kg ആണ്, എന്ന് പറഞ്ഞാൽ 1000 gram ആണ്. CGS യൂണിറ്റിൽ 1 gram തന്നെയാണ്. എല്ലിൻ്റെ മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 100 centimeter ആണ്. CGSൽ 1 centimeter തന്നെയാണ്. ടൈമിൻ്റെ 1 second ആണ് ഇവിടെയും അവിടെയും 1 second ആണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എത്രയാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം ഫിസിക്കൽ ഇക്വേഷൻ ശരിയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. രണ്ടാമത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. അങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് ഡയമെൻഷണലി കറക്റ്റ് ആവും, ഫിസിക്കലി കറക്റ്റ് ആവണം എന്നില്ല. ഓക്കെ, മൂന്നാമത് ഒരു യൂണിറ്റിൽ നിന്നും വേറൊരു യൂണിറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് പലപ്പോഴും നമുക്ക് ഈ 3 രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. എന്നാലും അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പരിമിതി എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് കാനോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ ദിസ് മെത്തേഡ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു F = K × mv²/r എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ Kൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ Kനെ കുറിച്ച് എന്തെങ്കിലും ഒന്നും നമുക്ക് ഈ ഡയമെൻഷൻ മെത്തേഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു വലിയ ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ ലിമിറ്റേഷനിലോട്ട് പോകാം. ദിസ് മെത്തേഡ് കാനോട്ട് ബി അപ്ലൈഡ് ഇഫ് ദ ഇക്വേഷൻ കണ്ടെയ്ൻസ് എക്സ്പോണൻഷ്യൽ ഓർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുവാണ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ x = a sin θ എന്ന് ഞാൻ പറയുവാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ശരിയാണോ എന്ന് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ഒരിക്കലും നോക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും നോക്കിയ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ F = ma നോക്കി, അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ ഇതുപോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് e⁻x, e⁻y അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡയമെൻഷൻ അനാലിസിസ് വെച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം, ലിമിറ്റേഷൻ. cannot be applied in equations with more than 3 physical quantities. നിങ്ങൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ m വന്നു, l വന്നു, t വന്നു. പക്ഷേ നമുക്കറിയാം SI യൂണിറ്റിൽ 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണുള്ളത്. ഇത് കൂടാതെ ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് മാറ്റർ, ഇങ്ങനെ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ 3-ൽ കൂടുതൽ 4-ഓ 5-ഓ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി എമൗണ്ട് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ആ ബേസിക് ക്വാണ്ടിറ്റി ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ, ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ക്യാൻ ബി ഫിസിക്കലി റോങ് ആൻഡ് വൈസ് വേഴ്സ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്തു F = K × mv²/r. ഇത് ഡയമെൻഷനലി ശരിയാണ്, ഡയമെൻഷനലി നമ്മൾ ഇതിനെ ടിക്ക് ചെയ്തു ശരിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഫിസിക്കലി ഇത് ശരിയാണോ? ഈ കേസിൽ ഫിസിക്കലിയും ശരിയാണ്. പക്ഷെ പല കേസുകളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ നമ്മൾ ഡയമെൻഷനലി ശരിയാണ് എന്ന് പറയുന്ന ഇക്വേഷൻ ഫിസിക്കലി പൊട്ട തെറ്റായിരിക്കും. അതേപോലെ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ പലപ്പോഴും ഫിസിക്കലി ശരിയായ ഇക്വേഷൻസ് പലപ്പോഴും ഡയമെൻഷനലി തെറ്റാവാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ ഡയമെൻഷനലി ഡിറൈവ് ചെയ്ത് വെക്കാതെ ഫിസിക്കലി എങ്ങനെയാണ് ചെയ്യാമെന്ന് എന്നുള്ളത് നമ്മൾ നോക്കി ഡിറൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ എഴുതാം. ഈ ഒരു സെഷൻ എന്നല്ല, കഴിഞ്ഞ 5 സെഷൻ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആദ്യം പഠിച്ചു, യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചു, മെഷർമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു, അതിനുശേഷം എറേഴ്സിനെ കുറിച്ച് പഠിച്ചു, ഇതിൻ്റെ ഇടയ്ക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ആൻഡ് റൗണ്ടിങ് ഓഫിനെ കുറിച്ചും പഠിച്ചു, ഇന്ന് ഡയമെൻഷനെ കുറിച്ച് പഠിച്ചു. ഈ ഏത് സെഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലീസ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ കമൻസ്. ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ച് ഞാൻ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ബൈ ദ വേ സ്ക്രീൻഷോട്ട് എടുത്തോളാം, നോട്ട്സ് എഴുതിയെടുത്തോളാം. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാം.